നിങ്ങൾ ഏകദേശം 50,000 രൂപ ചിലവുള്ള ഒരു പി സിയാണ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ബഡ്ജറ്റ് 20,000 രൂപയിൽ താഴെയായിരിക്കണം. ആ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഗ്രാഫിക്സ് കാർഡുകൾ ഞാൻ കാണിക്കാം. ഈ കാർഡുകളിൽ 1080p ഗെയിമിങ്ങും 1080p വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ പറ്റും. DLSS ഫീച്ചർ ഉപയോഗിച്ച് സ്പോർട്സ് ഗെയിമുകളൊക്കെ 1440pയിലും കളിക്കാൻ പറ്റും. ആദ്യത്തേത് NVIDIA RTX 3050 ചിപ്പുള്ള 6GB VRAM മോഡലാണ്. 2024 ഇറങ്ങിയ ഈ ലോ ബഡ്ജറ്റ് മോഡലിന് പവർ കുറച്ച് മതി. പ്രത്യേകം PCI പവർ കേബിൾ ഇതിനാവശ്യമില്ലാത്തതുകൊണ്ട് വില കുറഞ്ഞ 450 വാട്ട് പവർ സപ്ലൈ ഒക്കെ നമ്മുടെ PC ക്ക് ഉപയോഗിക്കാം. കറണ്ട് ബില്ലും കുറവായിരിക്കും. ഏകദേശം 15,000 രൂപ റേഞ്ചിൽ 3050 6GB കാർഡ് വാങ്ങാൻ കിട്ടും. റേ ട്രേസിംഗ്, DLSS തുടങ്ങി എല്ലാ പുത്തൻ ഫീച്ചറുകളും ഇതിലുള്ളതുകൊണ്ട് മിക്ക പുതിയ ഗെയിമുകൾ ഇതിലോടും. എന്നാൽ VRAM 6GB ആയതുകൊണ്ട് ചിലപ്പോൾ ഗെയിമിൽ ക്വാളിറ്റി കുറയ്ക്കേണ്ടി വരും. ഈ കാർഡിൽ സ്മൂത്തായിട്ട് 1080p വീഡിയോ എഡിറ്റിംഗ് പറ്റും, പക്ഷേ വലിയ 4K വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സ്ലോ ആയിരിക്കും. 4K വീഡിയോ എഡിറ്റിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1440p മോണിറ്ററാണ് ഉള്ളതെങ്കിൽ മിനിമം ഈ RTX 3050 8GB മോഡലെങ്കിലും വേണം. ശ്രദ്ധിക്കുക, ഈ 3050 8GB കാർഡും 3050 6GB കാർഡും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ 2GB VRAM കൂടുതലുണ്ട് എന്നത് മാത്രമല്ല, ഈ 3050 8GB വെർഷനിൽ കൂടുതൽ കൂടാ കോറുകളും വേഗത കൂടിയ മെമ്മറി ബസ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 8GB മോഡൽ 6GB മോഡലിനെ അപേക്ഷിച്ച് 20% കൂടുതൽ പെർഫോമൻസ് തരും. 3050 6GBയേക്കാൾ പവർഫുൾ ആയതുകൊണ്ട് ഇതിൽ 8-pin PCI പവർ കേബിൾ കണക്ട് ചെയ്യണം. അതായത് കൂടുതൽ കറണ്ടും നല്ല പവർ സപ്ലൈയും ഒക്കെ ഈ കാർഡിന് വേണം. ഈ കാർഡിൽ ഗെയിമുകളൊക്കെ 1080pയിൽ സ്മൂത്തായിട്ട് കളിക്കാം. എന്നാൽ ചില ഗെയിമിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ 60 FPS കിട്ടണമെന്നില്ല. DLSS ഉപയോഗിച്ച് കുറേ ഗെയിമുകൾ നമുക്ക് 1440pയിലും കളിക്കാം. സ്പീഡ് കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രം. അത്യാവശ്യം 4K വീഡിയോ എഡിറ്റിംഗും ഇതിൽ പറ്റും. നിങ്ങൾക്ക് NVIDIA കാർഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപയിൽ താഴെ വിലയിൽ കിട്ടുമെങ്കിൽ ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. വളരെ വില കുറഞ്ഞ പഴയ Intel i3 8100 CPUയിൽ പോലും ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഗെയിം കളിക്കാം. ആ ബിൽഡിൻ്റെ വിശദമായ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. എന്നാൽ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ഉപയോഗമെങ്കിൽ AMD RX 6600 ചിപ്പുള്ള ഗ്രാഫിക്സ് കാർഡ് ഒരു കിടിലം ഓപ്ഷനാണ്. 8GB VRAM ഉള്ള ഈ മോഡലിന് RTX 3050 8GBയേക്കാൾ ഏകദേശം 20-25% വരെ കൂടുതൽ ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ട്. 1080pക്ക് ഏറ്റവും മികച്ച ലോ ബഡ്ജറ്റ് കാർഡായത് 20,000 രൂപയിൽ താഴെ വിലയിൽ കിട്ടിയാൽ മാത്രം വാങ്ങുക. കാരണം അതിൽ കൂടുതൽ വിലയുണ്ടെങ്കിൽ ഏകദേശം 22,000 രൂപയ്ക്ക് കിട്ടുന്ന RTX 3060 12GB മോഡലാണ് ബെസ്റ്റ് ഓപ്ഷൻ. 12GB VRAM ഉള്ളതുകൊണ്ട് ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. ഞാൻ കാണിച്ച ഗ്രാഫിക്സ് കാർഡുകൾ പലതും ഗിഗാബൈറ്റിൻ്റെ മോഡലുകളാണ്. എന്നാൽ 5 വർഷം വരെ വാറണ്ടി കിട്ടുന്ന സൊഡാക്കിൻ്റെ മോഡലുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 5 വർഷം വാറണ്ടി കിട്ടണമെങ്കിൽ സൊഡാക്കിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അത് മറക്കരുത്. എനിക്കൊരിക്കൽ പണി കിട്ടിയതാണ്. 3 വർഷം കഴിഞ്ഞ് കാർഡ് അടിച്ചുപോയി. എന്നാൽ ഞാൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത കാരണം വാറണ്ടി കിട്ടിയില്ല. 50,000 രൂപയുടെ PC യിൽ ഉപയോഗിക്കാൻ പറ്റിയ Intel Arc ഗ്രാഫിക്സ് കാർഡുകളും ഇപ്പോൾ ഉണ്ട്. പക്ഷേ പലതും മാർക്കറ്റിൽ കിട്ടാനില്ല.